റിയാദിലെ കേളി കലാ സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ 7ാമത് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. ലുലു ഹൈപ്പർ മാർക്കറ്റ് മലാസിൽ വെച്ച് നടത്തിയ ക്യാമ്പിൽ 1086 പേർ രക്തം ദാനം ചെയ്തു. ഈ വർഷത്തെ ഹജ്ജിന് മുന്നോടിയായാണ് ജീവസ്പന്ദനം 2024 എന്ന പേരിൽ മെഗാ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചത്. സൗദി ആരോഗ്യ മന്ത്രാലയത്തിൻ്റെയും കിങ് സൽമാൻ സൈനിക ആശുപത്രിയുടെയും സഹകരണത്തോടു കൂടിയായിരുന്നു ക്യാമ്പ് നടത്തിയത്. കേളി റിയാദിൻ്റെ നേതാക്കൾക്ക് പുറമെ സൗദി ആരോഗ്യ മന്ത്രാലയത്തിലെയും കിങ് സൽമാൻ സൈനിക ആശുപത്രിയിലെയും മുതിർന്ന ഉദ്യോഗസ്ഥരും പരിപാടികൾക്ക് നേതൃത്വം നൽകി. Like to thanks the Keli group for helping and that's not first time. Many years they are partnership with us and they help us to. വെള്ളിയാഴ്ച കാലത്ത് 8 മണിക്ക് ആരംഭിച്ച പരിപാടി വൈകിട്ട് 7 മണി വരെ നീണ്ടുനിന്നു. മലയാളികൾ ഉൾപ്പെടെ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നൂറുകണക്കിന് പേരാണ് രക്തദാനത്തിനായി എത്തിയത്. കഴിഞ്ഞ 7 വർഷത്തിനിടയിൽ കേളിയുടെ നേതൃത്വത്തിൽ വിവിധ ഘട്ടങ്ങളിലായി ഏകദേശം 8500 യൂണിറ്റിലധികം രക്തമാണ് നൽകിയിട്ടുള്ളത്. കഴിഞ്ഞ വർഷങ്ങളിൽ സൗദി ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ സഹകരണത്തോടെയാണ് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചത്. മുൻകാലങ്ങളിൽ ക്യാമ്പിന് ലഭിച്ച സ്വീകാര്യതയാണ് കിങ് സൽമാൻ സൈനിക ആശുപത്രിയെയും ഇത്തവണ കേളിയോടൊപ്പം കൈകോർക്കാൻ പ്രേരിപ്പിച്ചത്. ആവശ്യമെങ്കിൽ ഹജ്ജിനു മുമ്പായി റിയാദിൽ കൂടുതൽ മേഖലകളിൽ കൂടി ക്യാമ്പ് സംഘടിപ്പിക്കുമെന്ന് കേളി കേന്ദ്ര രക്ഷാധികാരി സെക്രട്ടറി KPM സാദിഖ് അറിയിച്ചു. നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ക്യാമ്പ് നടത്തുന്നത് ഹജ്ജിന് ആവശ്യമായ രക്തം ശേഖരിച്ചു കൊടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ്. സ്വാഭാവികമായും കഴിഞ്ഞ തവണ 1007 യൂണിറ്റാണ് രക്തം കൊടുത്തത്. ഇത്തവണയും അതിൽ കൂടുതൽ കൊടുക്കാൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഏതെങ്കിലും കാരണവശാൽ സമയപരിധിക്കുള്ളിൽ അത്രത്തോളം യൂണിറ്റ് രക്തം നൽകാൻ കഴിയാതെ വന്നാൽ തുടർന്നും ഇത്തരത്തിലുള്ള ക്യാമ്പ് ഹജ്ജിന് മുന്നോടിയായി തന്നെ വിവിധ മേഖലകളിൽ അൽഖർജ്, ദവാദ്മി പോലെയുള്ള മേഖലകളിൽ സംഘടിപ്പിക്കണം എന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇസ്മായിൽ പയ്യോളി, 24 റിയാദ്.